കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം എന്റെ 2-3 വാക്യങ്ങൾ. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു, ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. അവന്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവി, ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു. പ്രൈസ് ദി ലോർഡ്. നാം കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് കർത്താവായ യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ അനുഭവിച്ച പീഡാനുഭവങ്ങളെക്കുറിച്ചുമാണ് നാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിലെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള ആ ചിന്തകൾ നമ്മുടെ ജീവിതത്തിനകത്തൊരു പുതുക്കം, രൂപാന്തരം വരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ചിന്തിക്കുന്ന വചനമെന്ന് പറയുന്നത്, പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന്റെ ചരിത്രഭാഗം നമുക്ക് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ 18 അധ്യായം അതിന്റെ 38 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പീലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ. യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും, ഇവനെ വേണ്ട, ബെറോബാസിനെ മതി എന്ന് നിലവിളിച്ചു പറഞ്ഞു. ബെറോബാസോ കവർച്ചക്കാരനായിരുന്നു. ഈ ലോകം യേശുവിനോട് ചെയ്ത വലിയ ക്രൂരതയുടെ ഒരു മുഖമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ലോകരക്ഷിതമായിരിക്കുന്ന ദൈവം, സകല ജനത്തിന്റെയും വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, ഈ കാണുന്ന ഭൂമിയിൽ സകലത്തെ സൃഷ്ടിച്ച് പ്രപഞ്ചങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ, പ്രകൃതിയെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ, കരയും കടലിനെയും ഒക്കെ ഭരിക്കുന്നവൻ, ഇവിടെയുള്ള സകല ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നവനും ഭരിക്കുന്നവനെല്ലാം തീൻ കൊടുക്കുന്നവനുമായ കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ ലോകം ചെയ്ത ക്രൂരമായ പ്രവൃത്തിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇന്നും അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പീലാത്തോസ് ചോദിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചപ്പോൾ കൂടി നിന്ന യഹൂദന്മാരും മറ്റുള്ളവരും എല്ലാം കൂടെ പറയുക, ഞങ്ങൾക്ക് ലോകരക്ഷിതാവായിരിക്കുന്ന യേശുവിനെ വേണ്ട, ഞങ്ങൾക്ക് ബെറോബാസിനെ മതി, കവർച്ചക്കാരനെ മതിയെന്ന്. ഓർത്തു നോക്കി. ഇന്നും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട വളരെ ശ്രദ്ധേയമായ കാര്യം എന്താണ്? ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെട്ട സുവിശേഷത്തിനനുസരിച്ച് ജീവിത വിശുദ്ധിയോടെ പാർക്കുകയും ചെയ്യുന്നവരെ, വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ ഈ ലോകത്തിന് വേണ്ട. സത്യസന്ധമായി ജീവിക്കുന്നവരെ ഈ ലോകത്തിന് വേണ്ട. ഈ ലോകത്തിന് ഇന്നും വേണ്ടിയത് കവർച്ചക്കാരെ മതി. കവർച്ചക്കാരും കള്ളുകുടിയന്മാരെയും പെണ്ണുപിടിയന്മാരെയും വ്യഭിചാരം ചെയ്യുന്നവരെയും പരസംഗം ചെയ്യുന്നവരും അക്രമക്കാരെയും രാഷ്ട്രീയക്കാരെയും മതതീവ്രവാദം കൊണ്ടുവരുന്നവരെയും വിദ്വേഷം പരത്തുന്നവരെയും സകല അശുദ്ധിയിൽ ജീവിക്കുന്നവരെയും മതി ഈ ലോകത്തിന് ഇന്നും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ പീലാത്തോസിന്, നിങ്ങൾക്ക് യഹൂദന്മാരുടെ രാജാവിനെ മതിയോ ചോദിച്ചാൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, ലോകരക്ഷകനായിരിക്കുന്ന യേശുവിനെ വേണ്ട, ഞങ്ങൾക്ക് ഈ കവർച്ചക്കാരനെ മതിയെന്ന്. ഈ ലോകം എത്രമാത്രം അധംപതിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കണം. വഞ്ചകന്മാരുടെ കയ്യിൽ, ചതിയന്മാരുടെ കയ്യിൽ, കവർച്ചക്കാരന്മാരുടെ കയ്യില്, തീവ്രവാദികളുടെ, ഭീകരവാദികളുടെ, വർഗീയവാദികളുടെ കയ്യില്, മതങ്ങളുടെ, രാഷ്ട്രീയക്കാരുടെ കയ്യിൽ അകപ്പെട്ട് ഈ ലോകം. ഇവിടെ ദൈവജനത്തെ വേണ്ട, ദൈവമക്കളെ വേണ്ട, ലോകരക്ഷിതാവായിരിക്കുന്ന യേശുവിനെ ഈ ലോകത്തിന് വേണ്ട. ഇവർക്ക് ഇവിടുത്തെ എല്ലാ ദൂർത്തും നിറഞ്ഞവരെ മതിയെന്ന്. അതാ അവര് പീലാത്തോസിനെ പറഞ്ഞു, ഞങ്ങൾക്ക് ബെറോബാസിനെ മതിയെന്ന്. അവരെ യഥാർത്ഥ സ്വഭാവം എഴുതിക്കുന്നത്, അവനാരായിരുന്നു? കവർച്ചക്കാരനായിരുന്നു. എത്ര പരിതാപകരം! ഈ ലോകം എങ്ങനെ ശരിയാകും? ഇവിടുത്തെ ജനം എങ്ങനെ ശരിയാകും? ഈ ഭൂമിയുടെ ശാപവും പാപവും എങ്ങനെ മാറും? കുടുംബ ബന്ധനങ്ങൾ എങ്ങനെ അഴിയും?
കുടുംബത്തിനകത്ത് എങ്ങനെ സമാധാനം ഉണ്ടാവും? ലോകത്തിനെങ്ങനെ സമാധാനം ഉണ്ടാവും? അധികാര വർഗങ്ങളിൽ സമാധാനമുണ്ടോ? ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് എങ്ങനെയാണ് പോകുന്നത്? എല്ലാം തകിട് പൊടിയായില്ലേ? ഏത് സമയത്തും നാശം സംഭവിക്കാം. ഒരു രാജ്യത്തിന്റെ പ്രതിനിധിക്കെങ്കിലും സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ കഴിയുമോ? ജനത്തിന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ കഴിയുമോ? മനുഷ്യന്റെ ജീവന സ്വത്തിന് എന്താണ് വിലയുള്ളത്? ഒന്നിനും വിലയില്ലാതെ അത്രമാത്രം പരാജയപ്പെട്ട ഈ ലോകരാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് നീ ഞാനും ഒക്കെ താമസിക്കുന്നത്. ഏത് സമയത്തും നമ്മുടെ ജീവൻ അപഹരിക്കപ്പെടും. കാരണം ഇവിടെ കള്ളനും കൊലപാതകനും കവർച്ചക്കാരനെ സ്ഥാനമുള്ളൂ. അല്ലെങ്കിൽ അവരെ എടുത്തുകൊണ്ട് നടക്കുവാൻ, അവർക്ക് അല്ലെങ്കിൽ ആരവാരം ഒഴുക്കുവാൻ, അവർക്ക് ജയ് വിളിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട്. അവർ ചെയ്യുന്നത് നല്ലതെന്ന് പറയാൻ ഒരുപാട് ആളുണ്ട്. സത്യസന്ധമായി ജീവിക്കുന്ന, വിശുദ്ധമായി ജീവിക്കുന്ന ദൈവജനത്തിന് മെലിന്നും കുതിര കീറുന്ന അനവധി ആളുകൾ നമ്മുടെ ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ലോകം അധംപതിച്ചു പോയി. അപ്പൊ ഒരു കുറ്റവും യേശുക്രിസ്തുവിൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടും പീലാത്തോസ് ആവർത്തിച്ച് പറയും, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്നാവർത്തിച്ച് പറഞ്ഞിട്ടും ജനം ആർത്തു വിളിക്കുക, അവനെ ക്രൂശിക്കണമെന്നാണ്. എത്ര നീചമല്ലേ? പ്രൈസറോ, എന്നെ കേൾക്കുന്ന പ്രൈസ്നേഹിത, മനുഷ്യന്റെ ആത്മാവ് ഹല്ലേലൂയ, അതിനി വരാൻ പോകുന്ന, മനുഷ്യന് സംഭവിക്കാൻ പോകുന്ന വേദനയുടെ അനുഭവങ്ങൾ എത്ര ഭയാനകമായിരിക്കും. ഇവിടെ യേശു കുറ്റക്കാരനല്ലെന്ന് പീലാത്തോസ് ന്യായാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വന്ന് വിളിച്ചു പറഞ്ഞു. ഒന്നല്ല, കുറഞ്ഞത് 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 18:29 നോക്കി നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അന്നത്തെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ഹല്ലേലൂയ, ഒരുവൻ കുറ്റക്കാരനല്ലെന്ന് ന്യായാധിപൻ പ്രഖ്യാപിച്ചാൽ അവനോട് ഇഷ്ടമുള്ള ആരെങ്കിലും മുമ്പോട്ട് വന്ന് ഒരു കൈച്ചിട്ട് എഴുതി വെച്ച് കുറ്റവാളി എന്ന് നിങ്ങൾ മുദ്ര കുത്തിയ ഇദ്ദേഹം അല്ലെങ്കിൽ കുടുംബത്തെ വർണ്ണിച്ചുകൊണ്ട് എന്റെ സ്നേഹിതൻ, എന്റെ ബന്ധു കുറ്റക്കാരനല്ല എന്ന് ന്യായാധിപൻ പ്രഖ്യാപിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഇവനെ ഇറക്കിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞ് ജാമ്യക്കാരൻ ചെല്ലുമായിരുന്നു എന്നാണ് അന്നത്തെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച്. ഹല്ലേലൂയ. അപ്പൊ അവന്റെ ആരെങ്കിലും ഒരു ബന്ധു ചെല്ലും, ഹല്ലേലൂയ, ഇവൻ കുറ്റക്കാരനല്ല, ഇവനെ ഞാൻ ഇറക്കിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ. നമ്മൾ ഈ കോടതിയിൽ നിന്നൊക്കെ ജാമ്യം എടുത്ത ആൾക്കാരെ ഇറക്കുന്നത് പോലെ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ സംഭവിച്ചത് എന്താണ്? പീലാത്തോസ് ഓരോ വട്ടവും കുറ്റക്കാരനല്ല എന്ന് പ്രഖ്യാപിച്ച് ചുറ്റും നോക്കി. എന്നാൽ ഒരുത്തനും മുന്നോട്ട് വരാൻ തയ്യാറായില്ല. ഹല്ലേലൂയ. യേശു കുറ്റക്കാരനല്ലെന്ന് പീലാത്തോസ് പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടും യേശുക്രിസ്തുവിന് ഒരു കൈച്ചീട്ട് കൊടുത്ത് യേശുവിനെ ആമി കുറ്റക്കാരനല്ലെന്ന് പ്രഖ്യാപിച്ച് പീലാത്തോസിന്റെ മുമ്പിൽ ഇറക്കിക്കൊണ്ടുവരുവാൻ ആരും മുന്നോട്ട് വന്നില്ല. ഹല്ലേലൂയ. ആരും മുന്നോട്ട് വന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ചില പിതാക്കന്മാർ എഴുത്തുകളിൽ പറയുന്നത്, ഇങ്ങനെ ന്യായാധിപൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു ദരിദ്രനായാൽ പോലും അവനെ ഇറക്കിക്കൊണ്ടു പോകാൻ ആരെങ്കിലും മുന്നോട്ട് വരും എന്നായിരുന്നു. അങ്ങനെ അന്നത്തെ ന്യായാധിപ സഭയുടെ മുമ്പിൽ ഒരുത്തൻ കുറ്റക്കാരനില്ലെന്ന് പ്രഖ്യാപിച്ചാൽ അതൊരു ദരിദ്രനാണെങ്കിൽ പോലും അവനെ ഇറക്കിക്കൊണ്ടു പോരുവാൻ ആരെങ്കിലും മുന്നോട്ട് വരുമായിരുന്നു എന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. മുന്നോട്ട് വരുമായിരുന്നു. എന്നാൽ 3 പ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടും ഹല്ലേലൂയ ആ യേശുവിന് വേണ്ടി ആരും മുമ്പോട്ട് വരാതായപ്പോൾ പീലാത്തോസ് ചിന്തിച്ചു, യഹൂദന്മാരുടെ പ്രീതിയെങ്കിലും സമ്പാദിക്കാൻ ഇവനെ വിട്ടുകൊടുക്കുന്നതാണ് നല്ലതെന്ന്. 3 പ്രാവശ്യം യേശു കുറ്റക്കാരനില്ലെന്ന് പീലാത്തോസ് പറഞ്ഞിട്ടും ഹല്ലേലൂയ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് അവനെ ക്രൂശിക്കണമെന്ന്. അവനെ ക്രൂശിക്കണം. ആരും യേശുവിനെ ഇറക്കിക്കൊണ്ടുപോരാൻ മുന്നോട്ട് വരാതെ വന്നു കഴിഞ്ഞപ്പോൾ പീലാത്തോസ് എന്ത് ചെയ്തു? ഇനി യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്നോർത്ത് യേശുവിനെ കുറ്റക്കാരനായിട്ട് ഒരുക്കുക. ഹല്ലേലൂയ. അപ്പൊ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:7-8 വാക്യങ്ങളിൽ നിന്നുള്ള ഉദ്ധരണി നമ്മൾ വായിച്ചാലും, അപ്പോസ്തല പ്രവൃത്തി 8:32-33 വാക്യങ്ങളിൽ വായിച്ചാലും, അവന്റെ തലമുറയെ ആർ വിവരിക്കും എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി അവന്റെ തലമുറയെ വർണ്ണിച്ചുകൊണ്ട് അവനെ ഇറക്കിക്കൊണ്ട് പോകുവാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന്
യെശയ്യാവിന്റെ ദർശനമാണ് ഇവിടെ നിറവേറിയത്. അപ്പം അവന്റെ തലമുറയിൽ ആരും അവനെ ഇറക്കിക്കൊണ്ടു പോവുകയില്ലെന്ന് ശിയാപ്രവാചകൻ മുമ്പ് കൂട്ടി പറഞ്ഞ പ്രവചനം ഇവിടെ നിറവേറുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് അവന്റെ തലമുറയെ വർണ്ണിക്കുന്നവരായി കോടാനുകോടി ജനങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനുള്ള തലമുറകളെ വർണ്ണിക്കുവാൻ വേണ്ടി കോടാനുകോടി ജനങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എഴുന്നേറ്റ് കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നത് കണ്ട് ഹല്ലേലൂയ കർത്താവ് തൃപ്തനായിരിക്കും എന്ന് വിശ്വസിക്കാം. അപ്പൊ അന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ഇറക്കിക്കൊണ്ട് പോരുവാൻ ആരും മുന്നോട്ട് വന്നില്ല എങ്കിലും ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കർത്താവിന്റെ കൽപ്പന പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ആ തലമുറയെ ഹല്ലേലൂയ സ്തോത്രം, ഒരു വലിയ തലമുറ തന്നെ ലോകരാജ്യങ്ങൾ എഴുന്നേറ്റു. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:11 അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകുന്ന എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് കർത്താവ് ദൈവമക്കളെ കണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ കണ്ട് യേശു തൃപ്തനായിക്കൊണ്ടിരിക്കുക. അന്ന് യേശു നമുക്ക് വേണ്ടി ആ പങ്കപ്പാടുകൾ സഹിച്ചെങ്കിലും ആ ക്രൂശ് വഹിച്ചെങ്കിലും യേശു ആ കിരീടം ധരിച്ചെങ്കിലും ഇന്ന് അല്ലെങ്കിൽ അവന്റെ തലമുറയിൽ യേശുവിനെ ഇറക്കിക്കൊണ്ടു പോകാൻ ആരും ഇല്ലാതിരുന്നിട്ടും ഇന്ന് നോക്കിക്കേ ലോകം മുഴുവൻ ദൈവമക്കളെ കൊണ്ട് നിറയുക. ഹല്ലേലൂയ സ്തോത്രം. ഇതിൽ നാമും ഉൾപ്പെടുവാൻ കർത്താവ് തിരുഹിതമായി. അതേ സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ തലമുറയിൽ ഉൾപ്പെട്ട് ദൈവത്തിന്റെ മക്കളായി മാറുവാൻ, ദൈവത്തിന്റെ ദാസീദാസന്മാരായി മാറുവാൻ കർത്താവ് നമുക്ക് നൽകിയ ശ്രേഷ്ഠമേറിയ അനുഭവമാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രൈസിലിക്കുന്ന ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് നീ വീണ് വഴുതി പോകാതെ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ രാജ്യത്തിൽ നിത്യമായ പർദീസിലെത്തിയ സ്വർഗരാജ്യത്തിന്റെ അനുഭവം നീ പങ്കിടുവാൻ ഈ ലോകത്തിന്റെ കവർച്ചക്കാരോട് കൂടി നീ പങ്കാളിയായി മാറരുത്. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടേണ്ടി വന്നാലും എന്തെല്ലാം നഷ്ടപ്പെട്ട് പോകേണ്ടി വന്നാലും നിത്യതയെക്കുറിച്ച് നിനക്കൊരു ദർശനമുണ്ടായി ദൈവരാജ്യത്തിന്റെ അവകാശിയായി മാറണമെന്നുള്ള ബോധ്യം നിങ്ങളിൽ ഉണ്ടാകണം. രക്തം ചെയ്യണം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, ഇവിടുത്തെ ഒന്നിനും വേണ്ടി നിന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയരുത്. ഈ ലോകസുഖങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ഇമ്പങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ അല്ലെങ്കിൽ മതങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ കവർച്ചക്കാരും കൊള്ളക്കാരുമായിരിക്കുന്ന സകല ജനത്തിനു വേണ്ടിയിട്ട് നിന്റെ ജീവിതത്തെ, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ നീ അടിയറവ് വെച്ചു കൊടുക്കരുത്. വൈശ്വരോ, നിന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. കാൽവറി നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരത്തുന്ന യേശുകൊണ്ട് അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പീലാത്തോസ് 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടും യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരണമോ എന്ന് ചോദിച്ചിട്ടും അവനെ വേണ്ട, ഞങ്ങൾക്ക് കവർച്ചക്കാരനായിരിക്കുന്ന ബറബ്ബാസിനെ മതി എന്ന് പറഞ്ഞ് ആ ലോകം വാർത്ത വിളിച്ച് നിങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടരുത് കേട്ടോ. കവർച്ചക്കാരനായിരിക്കുന്ന അല്ലെങ്കിൽ ബറബ്ബാസിനെ വേണ്ടി അവർ ബാധിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ഈ ഭൂമിയിൽ നിനക്ക് തന്നിരിക്കുന്ന അവസരമുണ്ടല്ലോ, സ്തോത്രം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കണം. സാത്താനി ശക്തികൾക്ക് നിങ്ങളെ വിധേയപ്പെടുത്തി കൊടുക്കാതെ, സാത്താന്റെ ഇംഗിതങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ വിധേയപ്പെട്ടു പോകാതെ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് കർത്താവ് യേശുക്രിസ്തുവിന്റെ നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് യേശുവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. വൈശ്വരോ, പാപം നിറഞ്ഞ ലോകത്തിൽ, പാപം നിറഞ്ഞ ജനത്തിനിടയിൽ, സകല കവർച്ചക്കാരന്മാരെ കൊണ്ട് നിറയപ്പെട്ട ഈ ലോകത്തിൽ വിശുദ്ധ ജീവിതം നയിപ്പാൻ, വിശുദ്ധിയോടെ നീ ജീവിപ്പാൻ വേണ്ടി യേശു നിനക്ക് വേണ്ടി ക്രൂശിലെ കയറി എന്നുള്ളത് നീ മനസ്സിലാക്കണം. രക്തം ചെയ്യണം. പ്രൈസലോ. എന്നിട്ട് ആ തിരുവചനം വായിക്കുമ്പോഴാണ് യേശു ഒരു കുറ്റക്കാരനുമല്ലെന്ന് ബറബ്ബാസ് 3 വട്ടം ആവർത്തിച്ച് യഹൂദന്മാരോട് പറഞ്ഞിട്ടും അവന്റെ പേർക്ക് ഒരു കൈച്ചുറ്റു കൊടുത്ത് അവനെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോരുവാൻ ആരും മുന്നോട്ട് ചെന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് യേശുവിനെ ക്രൂശിപ്പാൻ പീലാത്തോസ് വിട്ടുകൊടുക്കുക. ആ ഭാഗമാണ് നമ്മൾ വായിച്ചു വന്നത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിച്ചത്. എന്താണ് അവിടെ വായിച്ചത്? അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ച് പടയാളികൾ മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. പടയാളികൾ ഒരു മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് യേശുവിന്റെ തലയിൽ വെച്ചു. ഹല്ലേലൂയ.
ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. അവന്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവന്റെ കന്നത്തടിച്ചു. ഈ ലോകം ചെയ്ത ക്രൂരമായ നീചമായ പ്രവൃത്തികൾ പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു മാനകുലത്തിന്റെ പാപങ്ങൾക്ക് മുഴുവൻ പരിഹാരമായി മാനകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കന്നത്തടിച്ച ഒരു തലമുറയാണ് ഇതിവിടെ ഉള്ളത്. ഹല്ലേലൂയ. ഇന്നും എന്നെ കേൾക്കുന്ന സ്നേഹിതാ ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തി പറയുന്ന സുവിശേഷകന്മാരുടെ കന്നത്തടിക്കുന്ന, അവരെ ചവിട്ടി മെതിക്കുന്ന, അവരെ വെട്ടിമുറിക്കുന്ന, അവരെ കീറി മുറിക്കുന്ന, അവരെ ചുട്ടരിക്കുന്ന, അവരുടെ കുടുംബത്തെ തകർക്കുന്ന, തലമുറയെ തകർക്കുന്ന, അവരുടെ സഹോദരന്മാരെ തകർക്കുന്ന, സഭയെ തകർക്കുന്ന, സഭയ്ക്ക് തീയിടുന്ന, അവരുടെ കഴുത്ത് വെട്ടുന്നവരെ വെടിവെച്ചു കൊല്ലുന്ന അക്രമികളോട് ഇന്ന് മകൾ ദൈവത്തിന്റെ ആത്മാവ് പറയുവാനുള്ളത്, യേശുവിന്റെ കന്നത്തടിച്ച തലമുറയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ ന്യായവിധിയെ നീ ഓർത്ത് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിനക്ക് വീണ്ടും നിത്യതയിൽ പ്രവേശിക്കുവാൻ ദൈവം ഒരു അവസരം തരും. അല്ലാത്ത പക്ഷം നിന്റെ ജീവിതാവസാനം നരകത്തിലായിരിക്കും. അപ്പൊ യേശുവിന്റെ കന്നത്തടിച്ച അനവധി ആളുകൾ ഇന്നും ദൈവസഭയെ, ക്രൈസ്തവ സമൂഹത്തെ, ക്രൈസ്തവ വിശ്വാസികളെ ഇന്നും അവരെ ചവിട്ടി വിധിക്കുന്നു, അവർ കന്നത്തടിക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആവർത്തിച്ചു പറഞ്ഞു, എത്രയോ മിഷണറിമാരാണ് ഉപദ്രവിക്കപ്പെടുന്നത്. മിഷണറിമാരുടെ കന്നത്തടിക്കുമ്പോൾ, അവരെ ഉപദ്രവിക്കുമ്പോൾ, അവരുടെ മുഖത്ത് തുപ്പുമ്പോൾ, അവരെ ചെളിവാരി എറിയുമ്പോൾ, അവരെ നിരത്ത് ഇട്ട് വലിക്കുമ്പോൾ, വണ്ടിയുടെ പിന്നിൽ കെട്ടി വലിച്ച് അവരുടെ ശരീരമാസകല ഉഴവ് ചാല് പോലെ കീറുമ്പോൾ, അവർ വേദന കൊണ്ട് മിഷണറിമാർ പുളയുമ്പോഴും അവർ തിരിച്ചടിക്കത്തില്ല. കാരണം അവർ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട്. അവർക്ക് തിരിച്ചടിയാൻ കഴിയാഞ്ഞിട്ടല്ല, അവർക്ക് കയ്യോ കാലോ അധികം പ്രതികാര ശിക്ഷ ഇല്ലാഞ്ഞിട്ടല്ല, ദൈവസ്നേഹം അവർ ഉള്ളിലുള്ളതുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല. അവർക്ക് മനസ്സിലായി, എന്റെ രക്ഷകന്റെ, എന്റെ കർത്താവിന്റെ കന്നത്തടിച്ച തലമുറയാണ്, അവരാണ് ഞങ്ങളെയും കന്നത്തടിക്കുന്നത് എന്നവർ മനസ്സിലാക്കി ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ക്ഷമിച്ചു തരുന്നതാണ്. ക്രൈസ്തവം എല്ലാ ക്രൈസ്തവ സമൂഹം അല്ലടിയ വാളും വടിയും കുറുവടിയും എടുത്ത് റോഡിലിറങ്ങി നാശം വിതയ്ക്കുന്നത് എങ്ങും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങും കേൾക്കത്തില്ല. രക്ഷകന്റെ കന്നത്തടിച്ച ഈ തലമുറ ഹല്ലേലൂയ മാനസാന്തരപ്പെടാൻ നിനക്കൊരു അവസരം ദൈവം തരികയാണ്, രക്തം ചെയ്യും. അപ്പൊ ഇവിടെ ദൈവവചനം പ്രസംഗിക്കുന്ന, സുവിശേഷം പ്രസംഗിക്കുന്ന, നീതിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന, സത്യത്തെക്കുറിച്ച്, സത്യസന്ധതയെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച് പ്രമാണിക്കുന്ന, അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന ഒരു കൂട്ടം ജനത്തെ ഈ ലോകത്തിന് വേണ്ട. ഈ ലോകത്തിന് വേണ്ടത് ബെറോബാസിനെ പോലുള്ള കവർച്ചക്കാരനെ മതി. അത് ഈ ലോകം മുഴുവൻ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ട് കിടക്കുക. ഭൗതിക ഭരണ സംവിധാനം മുഴുവൻ കവർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, ജനത്തെ മുഴുവൻ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു, മത നേതാക്കന്മാർ മുഴുവൻ കവർന്നെടുക്കുന്നു, രാഷ്ട്രീയ നേതാക്കന്മാർ മുഴുവൻ കവർന്നെടുക്കുകയാണ്. എല്ലാ മേഖലയിലും കവർച്ചക്കാരെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ചു. ആ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി. സ്തോത്രം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് ക്രൂരമായി അടിക്കപ്പെട്ട ശേഷം യേശുവിനെ ചുവന്ന അങ്കി ധരിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം അവനെ യഹൂദന്മാരുടെ കയ്യിലേൽപ്പിച്ചു. അവിടെ വെച്ച് അവർ മുള്ളുകൊണ്ട് മെടഞ്ഞ ഒരു കിരീടം അവന്റെ ശിരസിന്മേൽ ധരിപ്പിച്ചു. നമുക്കവിടെ കാണാൻ കഴിയും. നമ്മൾ ആ മുള്ളുകൊണ്ടുള്ള കിരീടത്തെ കുറിച്ച് വേദപുസ്തക ചരിത്രങ്ങളും ഒക്കെ നമ്മൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇസ്രായേലിൽ ഏകദേശം 24 തരം മുള്ളുകൾ ഉണ്ടെന്നുള്ളതാണ്. ഇസ്രായേലിൽ ഏകദേശം 24 തരം മുള്ളുകളുണ്ട്. ക്രിസ്തുവിന്റെ ശിരസിൽ ധരിപ്പിക്കുവാനായി അവർ ഒരു പ്രത്യേക തരം മുൾ തിരഞ്ഞെടുത്തു. ഇന്നും അതിനെ ഫിനാ ക്രിസ്റ്റി മുൾ എന്നാ പറയുന്നത്. ആ മുള്ളിന് ഇന്നും പറയുന്ന പേര് ഫിനാ ക്രിസ്റ്റി മുൾ എന്നാണ്. അത് ഭയങ്കര വിഷമുള്ള മുള്ളാണ്, ഭയങ്കര വിഷമുള്ള മുള്ളാണ്. അല്ലേടി, അത് മുട്ടുസൂചി പോലെ പൂർത്തതും വിഷം കലർന്നതുമായ മുള്ളാകുന്നു.
പതിയെ ഒന്ന് ശരീരത്ത് കുത്തിയാൽ മതി, തേള് കുത്തുന്നത് പോലെ ഭയങ്കര വേദനയുളവാകും. ഈ മുള്ളുകൊണ്ടാകുന്നു അവർ യേശുവിന് കിരീടം അടഞ്ഞത്. പ്രൈസറും അത്ര ക്രൂരമായ ഉപദ്രവമാണ് യേശുവിനോട് അച്ഛനും യഹൂദന്മാർ, അന്നത്തെ ഭരണ സംവിധാനങ്ങൾ, ന്യായാധിപന്മാർ ചെയ്തത്. ആ മുള്ളത് ശരീരത്തിൽ ചെറുതായിട്ട് കൊണ്ടാൽ മതി, തേള് കുത്തുന്നത് പോലെ വേദനയാണ്, മുട്ടുസൂചി പോലെ കൂർത്താതിരിക്കുന്നത്. ഭയങ്കര വിഷമുള്ളാണത്. അതാണ് ഇസ്രായേൽ 24 തരം മുള്ളുകൾ ഉണ്ടായിട്ടും യേശുവിന്റെ തലയിൽ ധരിപ്പിക്കുവാൻ വേണ്ടി കിരീടം ആ ഭയങ്കര വിഷമുള്ളുകൊണ്ട് അവർ ചെയ്തെടുത്തത്. അപ്പൊ റോമക്കാർ ആയിരക്കണക്കിന് കുറ്റവാളികളെ ക്രൂശിൽ തറച്ചു കൊന്നതായി ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ കാലഘട്ടത്തില് ആയിരക്കണക്കിന് കുറ്റവാളികളെ ക്രൂശിൽ തറച്ചു കൊല്ലുന്നൊരു പതിവ് റോമക്കാർക്കുണ്ടായിരുന്നു. എന്നാൽ അവരിൽ ആർക്കും മുൾക്കിരീടം കൊടുത്തിട്ടില്ല. യേശുക്രിസ്തുവിന്റെ മരണം വരെ അവരിൽ ആർക്കും മുൾക്കിരീടം കൊടുത്തിരുന്നില്ല. അല്ലെ, യേശുവിന്റെ അരികിലുള്ള ക്രൂശിൽ യേശുവിനോടൊപ്പം ക്രൂശിച്ച 2 കള്ളന്മാരെയും അവർ മുൾക്കിരീടം ധരിപ്പിച്ചില്ല. പ്രൈസർ, യേശുവിന്റെ ഇടത്തും വലത്തും 2 കള്ളന്മാരെ ക്രൂശിച്ചിട്ട് അവരെ മുൾക്കിരീടം ധരിപ്പിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ലോക ചരിത്രത്തിൽ മുൾക്കിരീടം ധരിപ്പിച്ച് ക്രൂശിൽ തൂങ്ങി രക്തം ചൊരിഞ്ഞ ഒരേ ഒരാൾ യേശുക്രിസ്തു മാത്രമാണ്. പ്രൈസർ, നമ്മൾ ആ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച്, ക്രൂശീകരണത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ആയിരക്കണക്കിന് ആളുകളെ ആ കാലഘട്ടത്തെ ക്രൂശിച്ചിട്ടും ആരുടെയും തലയിൽ മുൾക്കിരീടം ധരിപ്പിക്കാതെ യേശുവിനോട് കൂടെ ആമി ക്രൂശിനെ തറച്ച 2 കള്ളന്മാർക്ക് പോലും മുൾക്കിരീടം കൊടുക്കാതെ, ഒരു പാവവും ചെയ്തിട്ടില്ലാത്ത, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത മാനകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗമഹിമകളെ വിട്ടിറങ്ങി വന്ന യേശു കർത്താവിനെ മാത്രം അവർ ആ ഭയങ്കരമായ വിഷമുള്ളുകൊണ്ട് കിരീടം നടഞ്ഞ് യേശുവിനെ ധരിപ്പിച്ചു. പിന്നെ എങ്ങനെ ഇവിടെ സമാധാനം ഉണ്ടാവും? അത്രമാത്രം ക്രൂരത പ്രവർത്തിച്ച ഈ ലോകത്തിൽ എങ്ങനെ ഉരുൾപൊട്ടലുകളും നാശനഷ്ടങ്ങളും കൊടുങ്കാറ്റും ഭീതിയും സുനാമിയും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ആമീൻ അക്രമങ്ങളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഭൂകമ്പങ്ങളും എങ്ങനെ ഉണ്ടാകാതിരിക്കും? ശാപം നിറഞ്ഞ ഭൂമിയിൽ ഇതെല്ലാം ഉണ്ടാകുകയേ മതിയാവും. ഹല്ലേലൂയ. അപ്പം ഈ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ ഭൂമി ഉരുങ്ങി, അഗ്നിപർവ്വതം പൊട്ടി, കൊടുങ്കാറ്റുണ്ടായി, പേമാരി വന്നു, ചുഴലിക്കാറ്റ് വന്നു, കടൽ ഇളകി, സുനാമി വരുന്നു, യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, അക്രമം നടക്കുന്നു, ഉരുൾപൊട്ടലുകൾ, മലയിടിച്ചുകൾ ഉണ്ടാകുന്നു ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട കേട്ടോ. ഇതിവിടെ സംഭവിക്കുന്നതിന്റെ കാരണം എന്താ? ലോകരക്ഷിതമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഈ ജനം വളരെ ക്രൂരമായിട്ട് ഇന്നേക്ക് 2000-ലധികം വർഷം മുമ്പ് ഈ ഭൂമിയിൽ ക്രൂശിച്ചു അവർ. ഹല്ലേലൂയ. അതുകൊണ്ട് മാനസാന്തരപ്പെടാൻ ദൈവം അവസരം തന്നിരിക്കുക. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാനാണ് ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം 5-ലൊക്കെ വായിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, അല്പസമയം ദൈവം നിനക്ക് തന്നിരിക്കുന്നത് നിന്നോട് കരുണ തോന്നിയിട്ടാ. ഹല്ലേലൂയ. അത്ര ഭയങ്കരമുള്ള വിഷമുള്ളുകൊണ്ട് യേശുവിന്റെ തലയിൽ കിരീടം പെടഞ്ഞ് യേശുവിനെ അത് ധരിപ്പിച്ച് പച്ച പൈൻമരത്തിൽ അവനെ ക്രൂശിച്ചപ്പോഴും യേശു ജനത്തോട് കാണിച്ച സ്നേഹം, വാത്സല്യമുണ്ടല്ലോ, ആ സ്നേഹത്തിന്റെ കരുതലുണ്ടല്ലോ, ആ സ്നേഹത്തിന്റെ തലോടലുണ്ടല്ലോ, യേശു നമ്മോട് കാണിച്ച കരുണയുണ്ടല്ലോ, മനസ്സിലുണ്ടല്ലോ, നിന്നെ അറിയാതെ പോകരുത്. രക്തം ചെയ്യും ഈശ്വരോ. മനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടിട്ട് നീ മടങ്ങിപ്പോവുകയാണ്, തിരസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് വരാൻ പോകുന്ന ഭയങ്കരമായ ന്യായവിധിയെക്കുറിച്ച് ഹല്ലേലൂയ നീ തിരിച്ചറിയണം. അപ്പൊ യേശുവിനെ അവരെന്ത് ചെയ്തു? ആ മുൾക്കിരീടം മെട്ടഞ്ഞ് കിരീടമുണ്ടാക്കി അവനെ ധരിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അവന് മുൾക്കിരീടം എന്തുകൊണ്ട്, ഹല്ലേലൂയ, യേശുവിന് മുൾക്കിരീടം എന്തുകൊണ്ട് കൊടുത്തു? പ്രൈസറോ, ഒരു ചോദ്യമാണ്. മറ്റാർക്കും അന്ന് മുൾക്കിരീടം കൊടുത്തില്ല. യേശുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാർക്കും കിരീടം കൊടുത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് മാത്രം മുൾക്കിരീടം? പ്രൈസറോ, പ്രൈസറോ. ആ ഒരു ചോദ്യത്തിന് മുമ്പ് ഇന്ന് ലോകത്ത് നടക്കുന്ന ചില സംഭവങ്ങളും കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ.
യേശുക്രിസ്തുവിന് മാത്രം എന്തുകൊണ്ട് മുൾക്കിരീടം മറ്റാർക്കുമില്ലാത്തത്? അത് ഇവിടെ മദ്യവെക്കുന്നവരും വെറുക്കുത്ത് പറയുന്നവരും വ്യഭിചരിക്കുന്നവരും പിടിച്ചു വലിക്കുന്നവരും മോഷ്ടാവിനും കവർച്ചക്കാരനും കൊള്ളക്കാരനും കുലപാതകയ്ക്കും ഇവിടെ യാതൊരു ശിക്ഷയുമില്ല. അവനെ താരാട്ട് പാടുവാൻ, അവനെ പൊക്കിക്കൊണ്ട് തോളിലേറ്റിക്കൊണ്ട് നടക്കുവാൻ ഒരു വലിയ കൂട്ടം ജനമുണ്ട്. അവന് വേണ്ടി വാദിക്കുവാനും അവന് വേണ്ടി ജാമ്യത്തിൽ ഇറക്കുവാൻ അല്ലെങ്കിൽ ജാമ്യക്കാരും ഒക്കെ ഉണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് ഒരുവൻ പോലും ആമേൻ അവനെ ഇറക്കിക്കൊണ്ട് മുന്നോട്ട് ചെന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശീലിക്കുന്നത് അത്ര ക്രൂരമായ ആ ഒരു അനുഭവമാണ് യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി സഹിച്ചത്. ആ മുൾക്കിരീടം യേശുവിന് കൊടുത്തത്. ഹല്ലേലൂയ. ഇന്നത്തെ ജനത്തിന് എന്ത് വേണം ചെയ്യാം. ഒരു തെറ്റും ചെയ്യാതിരുന്ന യേശുവിനെ ക്രൂരമായി ഉപദ്രവിച്ചു. അപ്പം ഞാൻ ചോദിച്ച, അവര് മുൾക്കിരീടം എന്തിനു കൊടുത്തു? എന്തുകൊണ്ടാണ് അവരുടെ തലയിൽ മുൾക്കിരീടം വെച്ചത്? ആ മുൾക്കിരീടത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മുള്ളുകൾ എന്നത് ശാപത്തിന്റെ അടയാളമാണ്. മുള്ളുകൾ എന്നത് ശാപത്തിന്റെ അടയാളമാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ പാപത്താൽ ശപിക്കപ്പെട്ട ഭൂമിയിൽ മുള്ളും പറക്കാരിയും മുളയ്ക്കുമെന്ന് കർത്താവ് ഉൽപ്പത്തി പുസ്തകം 3:18 പറഞ്ഞു. ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന ആദവും ഔവയും ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ഭൂമി ശപിക്കപ്പെട്ടു. അന്ന് കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ മുള്ളും പറക്കാരിയും കൊണ്ട് നിറയപ്പെടുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അതിനുശേഷമാണ് ഈ ഭൂമി മുള്ളിനെയും പറക്കാരെയൊക്കെ മുളപ്പിക്കാൻ തുടങ്ങിയത്. കർത്താവിന്റെ സൃഷ്ടിയിൽ കർത്താവിന്റെ സൃഷ്ടിയിൽ മുള്ള ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:18 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആമീൻ അതുവരെ മുള്ളുണ്ടായിരുന്നില്ല. യേശുവിന്റെ സൃഷ്ടിയിൽ ആമീൻ ശാപത്തിന്റെ മുള്ളുകൾ, ഈ ഭൂമിയിൽ മുള്ളുകൾ മുളച്ചിരുന്നില്ല. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതിനുകൂടി, മനുഷ്യന്റെ ജീവിതത്തിൽ പാപം വന്നപ്പോൾ, പ്രമാണം ലംഘിച്ചപ്പോൾ, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കർത്താവ് ഭൂമിയെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നിൽ ഇനി മുള്ളും പറക്കാരിയും മുളയ്ക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണ് ഭൂമിയിൽ മുള്ളും പറക്കാരിയും മുളയ്ക്കുവാൻ തുടങ്ങിയത്. മുള്ള് കർത്താവിന്റെ രണ്ടാമത്തെ സൃഷ്ടിയാണ്. ഇത് ശാപത്തിന്റെ അടയാളമാണ്. മുള്ളെന്ന് പറയുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ സൃഷ്ടിയുടെ ഭാഗമാണ്. ഇത് ശാപത്തിന്റെ അടയാളമാണ്. അപ്പൊ ഈ ശാപത്തിന്റെ അടയാളമാകുന്ന മുള്ളാണ്, ഈ വിഷമുള്ളാണ് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി അവർ കിരീടം മടഞ്ഞ് അവന്റെ തലയിൽ ധരിപ്പിച്ചത്. ഹല്ലേലൂയ. ശാപത്തിന്റെ മുള്ളുകൾ കൊണ്ടൊരു കിരീടം യേശുവിന്റെ തലയിൽ. ഈശ്വരോ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശു ശാപത്തിന്റെ മുള്ളുകൾ കൊണ്ട് കിരീടം ധരിച്ചെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ജീവ കിരീടമാകട്ടോ. തേജസ്സിന്റെ കിരീടമാണ്, നീതിയുടെ കിരീടമാണ്, പ്രശംസാ കിരീടമാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം നമുക്കത് ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടം. അവൻ മുൾക്കിരീടം ധരിച്ചെങ്കിൽ, വിഷം മുള്ളുകൾ കൊണ്ടുണ്ടാക്കിയ മുൾക്കിരീടം, ശാപത്തിന്റെ മുൾക്കിരീടം യേശു ധരിച്ചെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് ദൈവം തരാൻ പോകുന്ന നീതിയുടെ കിരീടം, വാടാത്ത കിരീടം. ഹല്ലേലൂയ. അന്നത്തെ കിരീടമൊക്കെ വാടുന്ന കിരീടമായിരുന്നു. എന്നാൽ യേശു തന്റെ ദൈവമക്കൾക്ക്, യേശു തന്റെ ജനത്തിന് നൽകാൻ പോകുന്നത് വാടാത്ത കിരീടം, തേജസ്സിന്റെ കിരീടം, നീതിയുടെ കിരീടം, പ്രശംസാ കിരീടം, ജീവകിരീടം. എന്നെ കേൾക്കുന്ന സ്നേഹിത, കർത്താവായ യേശുക്രിസ്തുവിനെ കന്നത്തടിച്ച് അന്നവനെ പച്ച ഫൈമരത്തിൽ കാര്യം പാണികളെ തറച്ചു കൊന്നവർ ഇന്നും ദൈവസഭയെ, ദൈവജനത്തെ ആക്രമിക്കുന്ന, ഉപദ്രവിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ള ദൂത്, ഹല്ലേലൂയ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കാലങ്ങൾ എത്രയായി നിന്റെ കുടുംബത്തിനകത്ത് സമാധാനമില്ല, സ്വസ്ഥതയില്ലാതെ ഈ ശാപത്തിന്റെ മുള്ളിന്റെ അനുഭവം നിന്റെ കുടുംബത്തിൽ പ്രവേശിച്ചിട്ട് എത്ര കാലമായി? എന്താണ് ഈ ശാപത്തിന്റെ മുള്ള്? അത് എന്താണ് നീയുമായിട്ട് ബന്ധം? ഹല്ലേലൂയ. ഈ ശാപത്തിന്റെ മുള്ള് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ ശാപത്തിന്റെ മുള്ള് നിങ്ങളുടെ കുടുംബമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ ശാപത്തിന്റെ മുള്ള് നിങ്ങളുടെ തലമുറയായിട്ടുള്ള ബന്ധം എന്താണ്? ഈ ശാപത്തിന്റെ മുള്ള് നിങ്ങളുടെ ജീവിതവുമായിട്ട് എന്താണ് ബന്ധം? അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിക്കുകയും കാണാം. ഇന്നും അനേക കുടുംബങ്ങളിൽ
ഭയങ്കരമായ ശാപങ്ങളും അകാല മരണങ്ങളും വൈകല്യമുള്ള മന്ദബുദ്ധിയുള്ള കുട്ടികൾ എപ്പോഴും കഷ്ടവും നഷ്ടവും മനോവേദനയും നിറഞ്ഞിരിക്കുന്നതിന്റെ കാരണം ഈ ശാപമാണ്. ഇന്ന് അനവധി കുടുംബങ്ങൾക്കകത്ത് ശാപമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പോലും ശാപം മുറിക്കുവാൻ അവിടെ ഇവിടെയെല്ലാം ഓടിക്കൊണ്ടിരിക്കുക. അല്ലേലിയ. അത് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ ജനമേ, കർത്താവ് യേശുക്രിസ്തുവിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനമേ, നിന്റെ ശാപം കർത്താവ് നീക്കിക്കളഞ്ഞു. ഇനി നീ ശാപത്തിന്റെ പേര് പറഞ്ഞ് നീ ശാപം മുറിക്കാൻ പോകരുത്. നീ ശാപം മുറിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ആ ശാപത്തിന്റെ മുള്ളുകൾ നിന്റെ കുടുംബത്തിനകത്തൊരു ബാധയായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. അതെ, നിന്റെ കുടുംബത്തിനകത്തെ ശാപങ്ങൾ, അകാല മരണങ്ങൾ, ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം വൈകല്യങ്ങൾ, മന്ദബുദ്ധികൾ, അലിയ. നിന്റെ കുടുംബത്തിനകത്ത് എപ്പോഴും കഷ്ടവും നഷ്ടവും മനവും വേദനയും. ഇങ്ങനെയല്ലേ നിന്റെ കുടുംബം കടന്നു പോകുന്നത്? നിനക്ക് ജീവിതത്തിൽ സമാധാനിക്കാൻ കഴിയുന്നുണ്ടോ? ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ജീവിതം നിനക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ അധ്വാന ഫലം നിന്റെ കയ്യിലുണ്ടോ? അല്ലൊരു കവർച്ചക്കാരുടെ കയ്യിലല്ലേ നിന്റെ ജീവിതം കിടക്കുന്നത്? നിന്റെ ജീവന സ്വത്തിനും എന്താണ് സംരക്ഷണമുള്ളത്? നിനക്ക് എവിടെയാണ് സുരക്ഷിതത്വമുള്ളത്? ശാപം നിന്റെ കുടുംബത്തിനകത്ത് കഷ്ടവും നഷ്ടവും മനോവേദനയും കൊണ്ട് നിറയ്ക്കുവല്ലേ? അകാല മരണങ്ങൾ നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ സംഭവിക്കുന്നില്ലേ? നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെടാം. യാതൊരു പാപവും ചെയ്യാത്ത, യാതൊരു തെറ്റും ചെയ്യാത്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ തലയിൽ ഭയങ്കര വിഷമുള്ള ഫിനോക്രിസ്റ്റുമുള്ളെന്ന് പറയുന്ന ആ മുള്ളുകൊണ്ട് കിരീടം മെട്ടഞ്ഞ് അവന്റെ തലയിൽ അടിച്ചിറക്കിയെങ്കിൽ, അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ആ ശാപം നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകും. ശാപം നിന്റെ കുടുംബത്തിൽ നിന്ന് മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. നിന്റെ കുടുംബത്തിന്റെ ശാപം, നിന്റെ കുടുംബത്തിന്റെ അല്ലടിയ നാശം, കഷ്ടം, വേദന, മനോവേദന, അകാല മരണങ്ങൾ ഉണ്ടാകുന്ന കുട്ടികളിലെല്ലാം വൈകല്യങ്ങൾ മാറിപ്പോകണമെങ്കിൽ, അല്ലേലിയ, നീ കർത്താവിലേക്ക് വന്ന് നിന്റെ കുടുംബത്തിന്റെ ശാപത്തിന് പരിഹാരം പ്രാപിക്കണം. ഇവിടുത്തെ മതങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ ഇവിടുത്തെ സംഘടനകൾക്കോ നിന്റെ ദാനധർമ്മങ്ങൾ കൊണ്ടോ നിന്റെ നേർച്ച കാഴ്ചകൾ കൊണ്ടോ നിന്റെ തീർത്ഥാടനങ്ങൾ കൊണ്ടോ നീ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ കൊണ്ടോ ഒന്നും നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ മാറ്റുവാൻ നിനക്ക് കഴിയില്ല. ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്ക് നിന്റെ കുടുംബത്തിന് ശാപം മാറ്റാൻ കഴിയത്തില്ല. ശാപത്തിന്റെ അടയാളമായിരുന്നു മുള്ള. ഹല്ലേലൂയ. ആ ശാപമാണ് കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ഗലാത്യലേഖനം വായിക്കുക, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ, അവൻ നമുക്ക് വേണ്ടി ശാപമായി മാറി യേശു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, പലതരം ശാപങ്ങളുണ്ട്, പലതരത്തിലുള്ള ശാപങ്ങളുണ്ട് കുടുംബത്തിൽ. നിങ്ങളുടെ കുടുംബത്തിൽ പലതരം ശാപങ്ങളുണ്ട്. ഹല്ലേലൂയ. ചില ശാപങ്ങൾ കർത്താവിൽ നിന്ന് വരുന്നു എന്ന് വേദപുസ്തകം നമുക്ക് കാണാൻ കഴിയും. ശാപങ്ങൾ ന്യായപ്രമാണവും വേദപുസ്തകവും നിസ്സാരമാക്കിക്കൊണ്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ശാപങ്ങൾ കടന്നു വരും. കർത്താവായ യേശുക്രിസ്തുവിനെ നിന്ദിച്ചും അപമാനിച്ചും പരിഹസിച്ചും ഉപദ്രവിച്ചും അന്നത്തെ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനത്തെ ഉപദ്രവിച്ചും ദൈവമക്കളെ ഉപദ്രവിച്ചും അവരുടെ കന്നത്തടിച്ചും അവരെ കൊന്നും ന്യായപ്രമാണത്തെ ലംഘിക്കുന്നവരുടെ കുടുംബത്തിനകത്ത് ശാപം കടന്നു വരും. ദൈവസഭയെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നവന്റെ കുടുംബത്തിനകത്ത് ശാപം മാറില്ല. ദൈവമക്കളുടെ ആരാധനയെ, ദൈവമക്കളുടെ സ്തുതി സ്തോത്രത്തെ അവർ കരങ്ങൾ തട്ടി ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ, അവർ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിന് കളിയാക്കുന്ന കുടുംബത്തിന്റെ ശാപങ്ങൾ മാറിപ്പോകത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടുത്തെ കോമഡിക്കാർ ദൈവജനത്തെ കളിയാക്കാൻ, അപമാനിക്കാൻ വേണ്ടി വെള്ള ഡ്രസ്സും ധരിച്ച്, വെള്ള ഉടുപ്പും ധരിച്ച്, നല്ല വെള്ള അലരി ഉടുപ്പും ധരിച്ച്, കാക്കി ഫാൻറ്റും ഒക്കെ ഇട്ട്, ക്ലീൻ ഷേപ്പ് ഒക്കെ ചെയ്ത്, ചിലരെ കണ്ടിട്ടില്ല വെള്ളം മുണ്ടൊക്കെ ജുബായൊക്കെ ഇട്ട് മുമ്പോട്ട് കടന്നു പണം ഉണ്ടാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തിന് കൊടുത്ത് അന്യഭാഷയെ കളിയാക്കി അപമാനിച്ച് പണം ഉണ്ടാക്കുന്നവന്റെ കുടുംബത്തിന്റെ സമാധാനം നശിച്ച് ആ കുടുംബത്തിനകത്ത് അകാല മരണങ്ങൾ സംഭവിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? കോമഡിക്കാർക്ക് അന്നേരം പൈസ കിട്ടും, പക്ഷെ അവന്റെ കുടുംബത്തിനകത്ത് അകാല മരണം, കഷ്ടവും മനോവേദനയും സങ്കടവും, അവന് ജനിക്കുന്ന തലമുറകളെല്ലാം വൈകല്യത്തിൽ. ഹല്ലേലൂയ. കർത്താവിന്റെ കന്നത്തടിച്ച, കർത്താവിനെ ക്രൂശിച്ച, അവന്റെ തല മുൾക്കിരീടമടിച്ച ഇറക്കിയ
ആമേൻ, ആ ജനത്തിന്റെ ആ ജന ശാപങ്ങൾ ഇന്നും മാറാതെ നിന്റെ കുടുംബത്തിൽ പ്രവേശിക്കുക. അപ്പൊ ന്യായപ്രമാണത്തെ ലംഘിച്ച്, കർത്താവിന്റെ കൽപ്പനകളെ ലംഘിച്ച് ആരാധിക്കുന്ന ദൈവജനത്തിന്റെ അനുഭാഷയെ, അവരുടെ ആരാധന ശ്രുതികളെ, ആലയത്തെ തകർത്തവരെ വലിച്ചിഴച്ച് മൃഗീയമായി ഉപദ്രവിക്കുന്നവന്റെ കുടുംബത്തിനകത്തും ദൈവശാപം മാറത്തില്ല. ഹല്ലേലൂയ. ദൈവശാപം മാറത്തില്ല. ശ്രോതാവേ, നീ ഇന്ന് സിനിമയിലും കോമഡിയിലും ഒക്കെ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും എതിരെ നീ അന്യഭാഷയും പറയും, കോമഡിയൊക്കെ ഇറക്കം ചെയ്യും, കോമാളി വേഷമൊക്കെ കെട്ടുകയും ചെയ്യും. പക്ഷെ ദൈവം നിനക്കൊരു ന്യായവിധി വെച്ചിട്ടുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് നീ അനുഭവിക്കുന്നത് ശാപം നിന്റെ കുടുംബത്തിൽ മാറത്തില്ല. ഹല്ലേലൂയ. അപ്പം വീണ്ടും ദൈവത്തിന് വചനം തന്റെ ഇഷ്ടപ്രകാരം ദൈവവചനത്തെ നിസ്സാരമാക്കിക്കൊണ്ട് തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ശാപങ്ങൾ കടന്നു വരും. മനുഷ്യനെ ശപിക്കുമ്പോൾ വരുന്ന ശാപങ്ങളുണ്ട്. മനുഷ്യനെ പരസ്പരം ശപിക്കുമ്പോൾ വരുന്ന പാപങ്ങളുണ്ട്. 2, ഹല്ലേലൂയ. 3, മാതാവ്, പിതാവ്, ഗുരു എന്നിവരിൽ നിന്നും വരുന്ന ശാപങ്ങളുണ്ട്. മാതാപിതാക്കന്മാർ, ഗുരുക്കന്മാർ നമ്മെ ചിലപ്പോൾ ശപിക്കും. ചില മാതാപിതാക്കന്മാർ മക്കളോട് നീ മുടിഞ്ഞു പോകുകയുള്ളൂ എന്ന് പറയും, നീ നശിച്ചു പോകുകയുള്ളൂ എന്ന് പറയും. ചില ഗുരുക്കന്മാർ പറയും നീ ഒരിക്കലും ഉടം പിടിക്കത്തില്ല, നീ ശരിയാകത്തില്ല. അങ്ങനെ വരുന്ന ശാപങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യൻ സ്വയം തന്റെ മേൽ ഏറ്റെടുക്കുന്ന ശാപങ്ങളുണ്ട്. മനുഷ്യൻ സ്വയമായിട്ട് പാപം ചെയ്ത് അല്ലെങ്കിൽ ശാപങ്ങൾ ഏറ്റെടുക്കും. ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിനും അനുസരിക്കാതെ, പ്രമാണം അനുസരിക്കാതെ, വിശുദ്ധിയിൽ ജീവിക്കാതെ ഈ ലോകത്തിൽ കള്ളനും കവർച്ചക്കാരന്റെ ഒപ്പം കൂട്ടുകൂടി നടന്ന് പാപം ചെയ്ത് മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാരകൾക്ക് ലഹരി പദാർത്ഥം അടിമപ്പെട്ട് കള്ളിനും കഞ്ചാവിനും പെണ്ണിനും ഈ മണ്ണിനും വേണ്ടി നടക്കുന്നവർ, പിടിച്ചുപറിക്കാരും മോഷ്ടാക്കളും വ്യഭിചാരികളുടെയും കുടുംബത്തിനകത്തൊന്നും ശാപം മാറത്തില്ല. മനുഷ്യൻ സ്വയം ഏറ്റെടുക്കുന്ന ആ ശാപങ്ങളാണത്. വ്യഭിചാരം എന്ന് പറയുന്ന ഒരു ശാപമാണ്. ഹല്ലേലൂയ. അതൊക്കെ നിന്റെ കുടുംബത്തിനകത്ത് നീ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കും. ഹല്ലേലൂയ. നീ ജഡത്തിൽ വിതയ്ക്കുന്നത് നീ ജഡത്തിൽ കൊയ്യുമെന്ന് വേദപുസ്തകം ഗലാത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നീ നിന്റെ കുടുംബത്തിനകത്ത് മാതൃകയില്ലാത്ത ജീവിതം നയിച്ച് നീ ശാപത്തിലാണെങ്കിൽ നീ മുഖാന്തരം നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന ശാപം പിന്നെ നിന്റെ തലമുറ അത് ചെയ്ത് കാണിക്കും. നിന്റെ തലമുറയുടെ ജീവിതത്തിലെ ശാപം കടന്നു വന്ന് നീ പോയ പാതയിലൂടെ തന്നെ പോകും. അവിടെ ചിലരൊക്കെ പറഞ്ഞില്ലേ, മക്കളെ പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് ചിലർ പറയത്തില്ലേ. ചിലരൊക്കെ പറയാം അപ്പനോട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെയല്ല പറയും, നിന്റെ കുടുംബത്തിനകത്ത് നീ ചെയ്തു വെച്ച ശാപം മക്കളുടെ മേൽ വന്ന് കിടക്കുക, അതുകൊണ്ട് അവനെ പിടിച്ചാൽ കിട്ടാത്തത്. അതുകൊണ്ട് നീ ആ ശാപത്തിന് പരിഹാരം വരുത്തണം. ശാപത്തിന് പരിഹാരം വരുത്തണം. അത് യേശുക്രിസ്തുവിലൂടെ വേണം ശാപം ഏറ്റുപറയുവാൻ, പാപങ്ങൾ ഏറ്റുപറയാൻ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ യേശുവിന്റെ ശാപങ്ങളെ മാറ്റിത്തരും. ചില പറയും അവൻ ശരിയാകത്തില്ല, അവൻ ഗുണം പഠിക്കത്തില്ലൊക്കെ പറയത്തില്ലേ. സ്തോത്രം. അതുകൊണ്ട് നീ ചെയ്തു വെച്ച ശാപങ്ങൾ നിന്റെ കുടുംബം അനുഭവിക്കും. നമുക്കറിയാം, ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവസഭയ്ക്കകത്ത് ട്രംപ് ശബ്ദം കേൾക്കുമ്പോൾ, ഇൻസ്ട്രുമെന്റ് സുവർണങ്ങളെ ശബ്ദം കേൾക്കുമ്പോൾ, അവിടെ സ്തുതി സ്തോത്രങ്ങൾ ഹല്ലേലൂയ വിളിച്ചു പറയുമ്പോൾ ചിലരൊക്കെ പാട്ട കൊണ്ട് അടിക്കും, പാട്ട കൊണ്ടടിച്ച് വലിയ ശബ്ദം കേൾപ്പിക്കും. എനിക്കറിയാം, ഞാനൊക്കെ ആരാധിക്കുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ ശീൽപാത്രം എടുത്ത് കോലുകൊണ്ടടിച്ച് വലിയ ശബ്ദകോലാഹലം സൃഷ്ടിച്ചവരുണ്ട്. ഹല്ലേലൂയ. ചിലരൊക്കെ ഈ ആരാധന നടക്കുന്ന ശബ്ദം കേൾക്കും വലിയ ബോംബൊക്കെ കൊണ്ട് പൊട്ടിക്കുന്ന വലിയ അമിട്ടുകളെ കൊണ്ട് പൊട്ടിക്കും. ചിലര് കാറി കൂവി അസ്വസ്ഥത ഉണ്ടാക്കും. ഇതൊക്കെ നീ ചെയ്യുമ്പോൾ ഓർത്തം നിന്റെ കുടുംബത്തിനകത്ത് ശാപവും അകാല മരണങ്ങളും സംഭവിക്കും. ജനിക്കുന്ന കുട്ടികളൊക്കെ അംഗവൈകല്യമുള്ളവരായി മാറും. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കന്നത്തടിച്ചവർ, അവന്റെ മുഖത്ത് തുപ്പിയവർ, അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചവർ, അവന്റെ കൈകാലുകളിൽ കാര്യരുമ്പാണി അടിച്ചിറക്കിയവർ, അവന്റെ വിലാപ്പുറം കുത്തിത്തുറന്നവർ, തെറ്റുകാരനല്ലാഞ്ഞിട്ടും തെറ്റുകാരനാന്ന് കുറ്റം വിധിച്ച പീലാത്തോസും ഹെരോദാമും കയ്യഫാം അടക്കമുള്ള പ്രമാണികൾ, അധിപതികൾ, അവന്റെ എല്ലാം കുടുംബത്തിനകത്ത് നിറഞ്ഞു നിന്ന ശാപം തലമുറയായി ഇന്നും വന്നുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, മാനസാന്തരപ്പെടും അടങ്ങും നിന്റെ കുടുംബത്തിനകത്തെ കഷ്ടതകൾ മാറാത്തത് എന്താണ്? പ്രൈസോ. ശാപം നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അതിനെ മാറ്റി നീ മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണുന്നത് മനുഷ്യൻ സ്വയം ഏറ്റെടുക്കുന്ന ശാപങ്ങളുമുണ്ട്. ഈ ശാപങ്ങളെ നീക്കുവാനാണ്
യേശു കർത്താവ് ശാപമാകുന്ന മുൾക്കിരീടം ധരിച്ച് വിലയേറിയ രക്തം ചീന്തിയത്. ഹല്ലേലൂയ. മനുഷ്യന്റെ ശാപത്തെ നീക്കുവാൻ, മനുഷ്യന്റെ പാപത്തെ നീക്കുവാൻ ശാപമേറിയ മുൾക്കിരീടം യേശു ധരിച്ചതും തന്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി ചീന്തിയത് നിന്റെ കുടുംബത്തിന്റെ ശാപത്തിൽ നിന്നെ വിടിവിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് ശാപങ്ങൾ മാറി നിനക്ക് സ്വസ്ഥമായൊരു ജീവിതം നൽകുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തെ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിനകത്തെ അകാല മരണങ്ങളും മനോവേദനയും കഷ്ടവും നഷ്ടവും വേദനകളും മാറ്റി നിന്റെ കുടുംബത്തിനകത്ത് ജനിക്കുന്ന കുട്ടികളുടെ വൈകല്യങ്ങളില്ലാതെ ഹല്ലേലൂയ നിന്റെ കുടുംബത്തിനകത്ത് നല്ല അനുഭവത്തെ തരാൻ യേശു ആഗ്രഹിക്കുക. അതുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പം ഇനി നിങ്ങൾ ശാപത്തോടുകൂടെ ജീവിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ശാപത്തോടുകൂടെ ജീവിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിന്റെ രക്തത്തിൽ, പുണ്യാഹ രക്തത്താൽ ശാപങ്ങൾ നീങ്ങി അനുഗ്രഹം നിങ്ങൾക്ക് ലഭ്യമാകും. അതെ, നിങ്ങളുടെ ശാപങ്ങൾ മാറുവാൻ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയും. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കാൻ വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കാൻ ഏറ്റുപറയുകയും ചെയ്യുന്ന റോമാലേഖനം 10:9 വാക്യം വായിച്ച് നീ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുമ്പോൾ, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളാകുവാൻ അധികാരം യോഹന്നാൻ 1:12 പറയുമ്പോൾ, അതിന്റെ പാപപരിഹാരം യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. നീ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നിന്റെ കുടുംബത്തിനകത്തെ ശാപം മാറി ദൈവിക അനുഗ്രഹങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഹല്ലേലൂയ, യാതൊരു ശാപവും ഇനി ഉണ്ടാകിയില്ലെന്ന, യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ലെന്ന് ഹല്ലേലൂയ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണുന്ന വെളിപ്പാട് പുസ്തകം 22:21 ഹല്ലേലൂയ സ്തോത്രം 3 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. യാതൊരു ശാപവും ഇനി ഉണ്ടാകിയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കുമെന്ന്. അതെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മുമ്പോട്ട് വരുന്ന, പാപത്തിന് ശുദ്ധീകരണം വരുത്തി കർത്താവിന്റെ കുടുംബത്തിന്റെ ഭവനത്തിന്റെ അംഗമായി തീരുന്ന ദൈവമക്കളുടെ കുടുംബത്തിനകത്തിന് യാതൊരു ശാപവും വരികയില്ല. ഹല്ലേലൂയ. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അതിലിരിക്കും. ഹല്ലേലൂയ. അവന്റെ ദാസന്മാർ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവനെ ആരാധിക്കും. അതേ സ്നേഹിത, യേശുവിന്റെ മരണം നിനക്ക് വേണ്ടിയിട്ടായിരുന്നു. അവനെ ശാപമേറിയ മുൾക്കിരീടം ധരിച്ചത് നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ മാറ്റുവാൻ വേണ്ടിയിട്ടായിരുന്നു, നിന്നെ സ്വതന്ത്രമായി എടുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഞാൻ വായിച്ച വചനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം വായിച്ച വചനം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളാണ്. പടയാളികൾ മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ച് ധൂമവസ്ത്രം ധരിപ്പിച്ചു. അവന്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവന്റെ കന്നത്തടിച്ചു. ഹല്ലേലൂയ. ആ ശാപത്തിന്റെ അടയാളമായിരിക്കുന്ന മുള്ള ഹല്ലേലൂയ നിന്റെ കുടുംബത്തിൽ നീങ്ങിപ്പോകട്ടെ. നിന്റെ ജീവിതത്തിൽ ഓരോ മുള്ളുകളുണ്ട്. നിന്റെ ജോലി, നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രയത്നത്തിൽ, നിന്റെ നന്മയിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ശരീരത്തിൽ വന്നു വീണിരിക്കുന്ന മുള്ളുകൾ, ശാപത്തിന്റെ മുള്ളുകൾ നീങ്ങുവാൻ യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊട്ടുകൊടുക്കണം. ആരെങ്കിലും ഇന്ന് പകൽ ശാപത്തിനാണ്, അകാല മരണങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ നിറഞ്ഞ് നിങ്ങളുടെ കുടുംബമായിരിക്കുന്നില്ല, ചെയ്യുന്നതെല്ലാം നഷ്ടത്തിലാണെങ്കിൽ ഇന്ന് പകൽ യേശുവിന്റെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എന്റെ കുടുംബത്തിന്റെ ശാപമാണ് അനുഗ്രഹത്തെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ത്യയിലെ കർത്താവേ 140 കോടി ജനത്തിനായി 29 സംസ്ഥാനം കേന്ദ്ര പ്രദേശങ്ങൾ, കേരളത്തിലെ 14 ജില്ലകൾ 3.25 കോടി ജനങ്ങൾക്കായി, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത നെൽസ്ഥാന തൊഴിലാളികൾ, ലോകരാജ്യങ്ങളുടെ ഭൂഖണ്ഡങ്ങൾ 800 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് മനസ്സാന്തരം കൊടുക്കണമേ. ശൈശവത്തിനും ബാല്യത്തിനും കൗമാര യൗവനത്തിനും വാർദ്ധക്യത്തിനും ജ്ഞാനപ്പെടുത്തി രസന യാച ഓർഫനേജ് ഓൾഡേജ് തടവറയിലായിരിക്കുന്നവർക്കായി പ്രാപ്തിയുടെ ശാപങ്ങൾ മാറിപ്പോകട്ടെ. ഈ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ ഭരിക്കുന്നവർ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ജനവും ഭരണാധിപന്മാരും, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ.
അവിടെ കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ ഹല്ലേലൂയ, നീ അടുത്ത് കേൾക്കാം BSF CRPO, ക്രമസമാധാന പാലകരെ ഹല്ലേലൂയ, നിയമനിർമ്മാണ രംഗങ്ങൾക്ക് രഹസ്യ വിഭാഗങ്ങളെ, ജുഡീഷ്യൽ എല്ലാ വകുപ്പുകളെയും കരസേന കർത്താവ് സ്തോത്രം, തീരദേശവാസികളും കടലോര വാസികളെയും, സമുദ്രത്തിൽ മത്സ്യത്തിനെ കടന്നുപോയിരിക്കുന്നവർ, സമുദ്രത്തിലെ ആഴകളും കനികളും കമ്പനികളും ഫാക്ടറി ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ സ്തോത്രം കർത്താവേ, ചെറുകമ്പലും എല്ലാ വ്യാപാരികളും വ്യവസായികളെയും, എല്ലാ കൺസ്ട്രക്ഷനിലും മെക്കാനിക്കും മോട്ടോർ രംഗത്ത് യൂണിയൻ രംഗത്ത് പ്രവർത്തനം ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിനെ, ഹല്ലേലൂയ സഹകരണ മേഖല, പൊതുമേഖലയും ആരോഗ്യമേഖല, വിദ്യാഭ്യാസ സാമ്പത്തിക മേഖല, ഗ്രാമീൺ സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, എല്ലാ പൊതുമേഖലകളിലും മത നേതാക്കന്മാർ, സാമൂഹ്യ സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്ന സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, എല്ലാ ഭരണോദ്ദേശ പാർട്ടികളെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ജനം പാപത്തിൽ ശാപത്തിൽ വീണ് ശാപത്തിന്റെ മുഴുവൻ കൊണ്ട് നിറയപ്പെട്ട മരണങ്ങളും ദുഃഖവും കണ്ണുനീരും വേദനയും കഷ്ടവും വൈകല്യങ്ങൾ കൊണ്ട് കുടുംബങ്ങൾ നിറയപ്പെടുമ്പോൾ എന്റെ തന്നെ ജനം മടങ്ങി വന്ന പാപത്തിന് ശാപത്തിനും പരിഹാരം ദേശത്തുള്ള വീണ്ടെടുപ്പാൻ ജനത്തെ ഒരുങ്ങുന്നു. ദേശരാജ്യത്ത് കടന്നുപോയി കഷ്ടം സഹിക്കുന്ന വേദന കടന്നു പോകുന്ന വിസ നഷ്ടപ്പെട്ട വിസ പുതുക്കിട്ട ഭാരപ്പെടുന്നവർ, അല്ലെങ്കിൽ നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഭാരം ജയിലുകൾ കിടക്കുന്ന മദ്യത്തെ മയക്കും ലഹരി അടിപ്പെട്ടവർ, വിദേശരാജ്യത്ത് ജോലിക്കാരും പീഡനങ്ങളുടെ സഹോദരങ്ങളെ സൂര്യന്മാരെ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ. വിവിധ കർഷകർ കടന്നു പോകുന്ന നിങ്ങളോർക്ക് പ്രാർത്ഥിക്കുന്നു. ദേശത്തും രാജ്യത്തും മറ്റു വിദേശമായി പഠിക്കാൻ പോയി കുഞ്ഞുങ്ങൾ മദ്യത്തെ മയക്കും വാത്സല്യം ലഹരി അടിമപ്പെട്ട് കിടക്കുന്നവർ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികളൊക്കെ സന്ദർശിക്കണമേ. കർത്താവിയുടെ കേരളത്തിൽ ലോകരാജ്യം കർത്താവിന്റെ വചനമായി കടന്നു പോയിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ദാസിദാസന്മാർ, കുടുംബങ്ങൾ, തലമുറകളെ സൂക്ഷിക്കണം. കർത്താവ് ഈ സുവിശേഷം മുഖാന്തരം കഷ്ടസംഖ്യ ജയിലിൽ കിടക്കുന്നവർക്ക് മോചനം കൊടുക്കണമേ. അധികാരികളുടെ ദൈവാത്മാ വിട്ടപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ അവന്റെ ജനത്തെ ഉപദ്രവിക്കുന്ന, സഭയെ ഉപദ്രവിക്കുന്ന ജനത്തിന്റെ എഴുതുന്ന കഠിനമായ ശാപത്തെ നീക്കുവാനും മുള്ളു മാറ്റുവാൻ യേശുക്രിസ്തുവിനെ മാത്രമേ കഴിയുന്ന വിചാരത്തോടെ അച്ഛത്തോടെ ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെടുന്ന ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. സകല മഹത്വം കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.